ലോട്ടറിക്ക് സേവന നികുതി ബാധകമാക്കിയ കേന്ദ്ര ബജറ്റ് നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ ലോട്ടറി വിൽപ്പനക്കാരും ഏജന്റുമാരും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. ലോട്ടറി വ്യവസായത്തെ തകർക്കുന്ന നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ലോട്ടറി വിൽപ്പന നിർത്തിവെക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണ് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതിയുടെ തീരുമാനം. കേന്ദ്ര ബജറ്റിൽ ലോട്ടറി വിതരണവും വ്യാപാരവും സേവന നികുതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് വിതരണക്കാരും ഏജന്റുമാരും രംഗത്തെത്തിയിരിക്കുന്നത്. ജീവകാരുണ്യ ക്ഷേമ പ്രവർത്തനമായാണ് സർക്കാർ ലോട്ടറി നടത്തുന്നതെന്നിരിക്കെ സേവന നികുതി ചുമത്തുന്നത് ഇതിനെ തകർക്കുമെന്ന് കേരള സംസ്ഥാന ഭാഗ്യക്കുറി സംരക്ഷണ സമിതി കൺവീനർ MV ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് പണം കണ്ടെത്തിയത് ലോട്ടറി നടത്തിയിട്ടാണ്. തൃശ്ശൂരിലെ വള്ളത്തോൾ നഗറിൽ ഏറ്റവും പ്രസിദ്ധമായ കലാമണ്ഡലം അത് ലോട്ടറി നടത്തിയിട്ട് ആരംഭിച്ചതാണ്. കായിക മേഖലയുടെ വികസനത്തിന് ലോട്ടറി നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കണ്ടെത്താൻ വേണ്ടി ലോട്ടറി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജീവകാരുണ്യ മേഖലയിലാണ് ലോട്ടറിയുടെ പണം ഉപയോഗിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് നൽകിയ നികുതി ഇളവ് മറികടക്കാനാണ് ലോട്ടറിക്ക് സേവന നികുതി ഏർപ്പെടുത്തുന്നത്. ഇത് ലോട്ടറിയുടെ വിലക്കയറ്റത്തിന് ഇടയാക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ച് നികുതി ചുമത്തുന്നത് ലോട്ടറി വിൽപ്പനയെ തകർക്കും. ദരിദ്ര ജനവിഭാഗത്തിന്റെ ഉപജീവനം ഇല്ലാതാക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് സംഘടനകൾ. സേവന നികുതി പിൻവലിക്കുന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ സംഘടിപ്പിക്കും. പാർലമെന്റ് മാർച്ച് അടക്കമുള്ള പ്രക്ഷോഭ പരിപാടികളെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.